നമസ്കാരം. നമ്മൾ മലയാളികൾ ഒന്ന് കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങളും സിനിമാ ചർച്ചകളും അതുപോലെ കണ്ട സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലാണ് ദി കാപ്പി കോർണർ എന്നുള്ളത്. സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലായിരിക്കും ദി കാപ്പി കോർണർ എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് ദി കാപ്പി കോർണർ, അതായത് THEKAAPPICORNER എന്നൊന്ന് ടൈപ്പ് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. ആഴ്ചയിൽ 3-4 വീഡിയോസ് വെച്ചിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പല ഡിഫറെൻറ്റ് ടൈപ്പ് കോണ്ടൻറ്റ്സ് എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ മുഖം മാത്രമായിരിക്കില്ല ഈ ചാനലിൽ കാണുന്നത്. മറ്റു പലരും അവരുടെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ ചാനലിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും ഒക്കെ ഈ ചാനലിൻ്റെ ഭാഗമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും നിങ്ങളത് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അവരോട് മാക്സിമം നിങ്ങളൊന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. അതുപോലെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചാനലിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. ഇതെല്ലാം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും മുന്നോട്ട് പോകാനായിട്ട്, മറ്റുള്ള പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ സജഷൻസ് എല്ലാം വളരെ 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 ഹെൽപ്ഫുൾ ആവും. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂക്ക അഭിനയിച്ച ടർബോ എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. 2024 മെയ് 23 ടർബോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സെലിബ്രിറ്റി ഡയറക്ടറായ വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റി ഡയറക്ടർ എന്ന് പറയാൻ കാരണം വളരെ വളരെ എല്ലാ ഫാൻസും അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഡയറക്ടറാണ് വൈശാഖ് എന്ന് പറയുന്നത്. കാരണം മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റായ പുലിമുരുകൻ സംവിധാനം ചെയ്തത് വൈശാഖാണ്. അതുപോലെ മമ്മൂക്കായുടെ തന്നെ കരിയറിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ്, അല്ലെങ്കിൽ മാസ് എൻ്റർടൈനർ എന്ന് പറയപ്പെടുന്ന പോക്കിരി രാജയും അതുപോലെ മധുര രാജ, ഇങ്ങനെയുള്ള സിനിമകളെല്ലാം സംവിധാനം ചെയ്തതും വൈശാഖ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സെലിബ്രിറ്റി ഡയറക്ടർ എന്ന് ഞാൻ പറഞ്ഞത്. സിനിമ തിരക്കഥ എഴുതിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ സിനിമകളാണ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ, നന്മകർ നേരത്ത് മയക്കം, അതുപോലെ കാതൽ, ഇങ്ങനെയുള്ള വളരെ നല്ല സിനിമകളാണ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്ക്വാഡ്, ഇതെല്ലാം വ്യത്യസ്തമായ ജോണറുകളിലുള്ള സിനിമകളാണ്. അതിൽ പുതിയൊരു അഡീഷനാണ് ടർബോ എന്ന് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി മമ്മൂക്കയും രാജ്ബി ഷെട്ടി, കന്നഡ സുപ്രധാനമാണ് രാജ്ബി ഷെട്ടി. വളരെ നല്ലൊരു ആക്ടറാണ്. സുനിൽ, തെലുങ്കിൽ നിന്നുള്ള സുനിൽ, കാവാല സുനിൽ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ നല്ല സിനിമകൾ, മര്യാദ രാമണ്ണ എന്ന് പറയുന്ന സിനിമ രാജമൗലിയുടെ സിനിമയാണ്. വളരെ ഒരു ഹീറോയിക് ക്യാരക്ടർ ചെയ്തിട്ടാണ് അദ്ദേഹം തെലുങ്ക് സിനിമയിൽ പ്രശസ്തനായത്. സുനിൽ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അഞ്ജന ജയപ്രകാശാണ്, എനിക്കൊന്ന് പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിൽ അഭിനയിച്ച അഞ്ജന ജയപ്രകാശ് ആണ് നായികയായിട്ട്. പിന്നെ ബിന്ദു പണിക്കർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിലീഷ് പോത്തൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഈസ് ബൈ വിഷ്ണു ശർമ്മ, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിങ് പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ എഡിറ്റിങ് വളരെ വളരെ പ്രശംസ അറിയിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ആ സിനിമയുടെ ഒരു സേവിങ് ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല പേസായിട്ട് എഡിറ്റ് ചെയ്യാൻ ഷമീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. മ്യൂസിക് ഈസ് ബൈ ക്രിസ്റ്റോ സേവിയർ.
ക്രിസ്റ്റോ സേവിയർ ഭ്രമയുഗത്തിനും മ്യൂസിക് ചെയ്ത് ക്രിസ്റ്റോ സേവിയറാണ്. വളരെ വളരെ മികച്ച ഒരു മ്യൂസിക് തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ എനിക്ക് അവിടുത്തെ മ്യൂസിക് സിസ്റ്റം ഒന്നും അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് വലിയൊരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഐ തിങ്ക് വാട്ട് ഐ എം ഹിയറിങ് ഇസ് ഹി ഹാസ് ഡൺ ഹിസ് ജോബ് റിയലി ഗുഡ്. ബട്ട് എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ദുൽഖറിൻ്റെ വേഫെയറർ ഫിലിംസാണ് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരു പടം തുടങ്ങുന്നത് തന്നെ ചെന്നൈയിലെ ഒരു കൊലപാതകവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പടം തുടങ്ങുന്നത്. അതിനുശേഷം നേരെ ഒരു മമ്മൂക്കയുടെ ജോസേട്ടൻ ടർബോ ജോസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ ഇൻട്രോയിലേക്ക് ഇടുക്കിക്കാരനായ ടർബോ ജോസിലേക്ക് കഥ പോവുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടർബോ ജോസിന് ചെന്നൈയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടാകുകയും അവിടെ എത്തിപ്പെട്ടതിന് ശേഷം അവിടെ വെച്ചുണ്ടാകുന്ന കുറേ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ അവർ അകപ്പെടുകയും ആ ട്രാപ്പിൽ നിന്ന് എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് കഥ. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് കഥ. ഇത് ഒരുപാട് പറയുകയാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പടം എന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഇപ്പം വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ഒരുവിധം ഒരു കോമഡി പ്ലസ് എൻ്റർടൈനർ പ്ലസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആ ഒരു ടെംപ്ലേറ്റ് സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് വൈശാഖ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു തമിഴ് പടങ്ങൾ സ്ഥിരം വിജയുടെ സിനിമകൾ കാണുവാണെങ്കിൽ ഇറങ്ങിയ കുറേ സിനിമകൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും കഥ ഏകദേശം ഒന്ന് തന്നെയാണ് കഥ. ഒന്നിൽ തങ്കച്ചി പാസമാണെങ്കിൽ മറ്റൊന്നിൽ അമ്മ പാസമായിരിക്കും. അങ്ങനെ പല ഇത് ചില വേർഷൻസ് മാറുമെന്നേ ഉള്ളൂ. പടത്തിൻ്റെ കഥ ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. അതിൽ കുറേ ആക്ഷൻസും അതിൽ മസാലയും കുറേ കോമഡിയും കുറേ മ്യൂസിക്കും ഡാൻസും ഒക്കെ വരുമ്പോഴാണ് ആക്ച്വലി വിജയുടെ പടങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് വരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഇത്തരത്തിലൊരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മധുരരാജ ആയാലും പോക്കിരിരാജ ആയാലും എല്ലാം ഏകദേശം ഒരേ ടെംപ്ലേറ്റിൽ പോകുന്ന പടങ്ങളാണ്. ഇപ്പോൾ സപ്പോസ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ 2016 ഇറങ്ങുമ്പോൾ ആ വർഷം അത്ര വേറെ ആക്ഷൻ പടങ്ങളൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ വന്നത്. അതിൻ്റെ കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടുള്ളൊരു കഥയല്ലെങ്കിലും അത് അത്രമാത്രം ഹിറ്റാവാൻ കാരണം അതിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയും അതിലെ മാസ് എലമെൻസും ഒക്കെ ലാലേട്ടനെ ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാസ് അപ്പീൽ ആ പടത്തിന് വന്നതുകൊണ്ടാണ് ആ സിനിമ അത്രമാത്രം ഹിറ്റാവാൻ കാരണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയ പടങ്ങൾ കാണുകയാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ആയാലും അതിനൊരു റിയാലിറ്റി ഫീലുണ്ട്. കുറച്ച് റിയാലിറ്റി വെച്ചിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. കുറച്ച് അവസാനം മാത്രമേ ഉള്ളൂ കുറച്ചൊരു മാസ് എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ തന്നെ കാതലായാലും ഭ്രമയുഗമായാലും നൻപകൽ നേരത്ത് മയക്കമായാലും ഇതൊക്കെ വളരെ ആൾക്കാർ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട സിനിമകളാണ്. പക്ഷേ ഇതിലെല്ലാം ഒരു ഫാക്ടർ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാൻസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടി ഒരു മസാല കൊമേഴ്സ്യൽ എലമെൻറ്റ് ഈ അടുത്തിറങ്ങിയ മമ്മൂക്ക പടങ്ങളിലൊന്നുമില്ലായിരുന്നു. അതുമല്ല ഈ കൊമേഴ്സ്യൽ മാസ് ആക്ഷൻ മൂവി എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ RDX അത് ഒരു മാസ് മസാല ആക്ഷൻ മൂവി തന്നെയായിരുന്നു. ആ പടം അത്രമാത്രം ഹിറ്റാവാൻ കാരണം അതിൻ്റെ ആക്ഷൻ സീൻസ് കൊണ്ടാണ്. കാരണം അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം എല്ലാം പ്രകൃതി പടങ്ങൾ ഇറങ്ങുന്ന മലയാളത്തിൽ അല്ലെങ്കിൽ ഈ വർഷം ഇറങ്ങിയ പടങ്ങൾ പ്രകൃതി പടമല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരുപാട് സിനിമകളാണ് ഈ വർഷം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ആക്ഷൻ പടം വരുമ്പോൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കാണാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മിക്സഡ് ടു പോസിറ്റീവ് റിവ്യൂസ് ആ ഒരു ടൈപ്പ് ഓഫ് റിവ്യൂസാണ് പടത്തിന് വന്നുകൊണ്ടിരുന്നത്. ആദ്യം മുതലേ പടത്തിന് വന്നുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നത്തെ യുവ ഓഡിയൻസ്, അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് യൂത്ത് ഓഡിയൻസ് തന്നെയാണ്. അവരുടെ ടേസ്റ്റ്, അവർക്ക് പടത്തിന് കാണാനുള്ള ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അവർ കുറേ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് സിനിമകൾക്ക് പോകുന്നത്. കാരണം ഒരുപാട് യൂട്യൂബ് പ്രൊമോഷൻസും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടാണ് അവർ പടത്തിന് പോകുന്നത് തന്നെ. അങ്ങനെ പോകുമ്പോൾ ചിലപ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പടമായിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കന്നഡയിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ഹിറ്റാവാറുണ്ട്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അത്തരത്തിലൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. അത് ചിലരുടെ ആസ്വാദനം ശരിയല്ല എന്നതുകൊണ്ട് ആ പടം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അത്തരത്തിലുള്ളൊരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ പണ്ട് മുതലേ ആക്ഷൻ കണ്ട് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നതായിട്ടാണ് തോന്നിയത്. കോമഡി എല്ലാ സ്ഥലത്തും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല, പക്ഷേ അത് വർക്കൗട്ട് ആവുന്ന നല്ല കോമഡികളുണ്ട്. ബിന്ദു പണിക്കർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് ബിന്ദു പണിക്കർക്കുള്ളത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് പടം ആക്ച്വൽ ഒരു എനിക്കൊന്ന് വൈശാഖിനൊരു സ്ട്രോങ് സോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് പടങ്ങൾ, അതായത് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അത് തിയേറ്ററിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു. ഇന്ദ്രജിത്തും റോഷനും ഒക്കെ അഭിനയിച്ചു. അതിൻ്റെയും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ഒരു ത്രില്ലർ മോഡിലോട്ട് പോകുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. അതുപോലെ മോൺസ്റ്ററും അതുപോലെ വേറൊരു ലെവലിലോട്ട് സെക്കൻഡ് ഹാഫ് പോയി. പക്ഷേ ആ പടം എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവാത്തൊരു പടമായിരുന്നു മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലൊരു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പടം ഭയങ്കര ഹൈ ആയിട്ട് മാറുകയാണ്. ഒരു പ്യുവർ ആക്ഷൻ മൂവി ആയിട്ട് മാറുകയാണ്. കുറേ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറേ ഉണ്ട്. അത് വൈശാഖിൻ്റെ മേക്കിംഗ് കൊണ്ടാണ് അത് അത്ര കിടിലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് അന്യായ ഫൈറ്റാണ്. 73 വയസ്സുള്ള മമ്മൂക്കായെ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു കിടിലം ആക്ഷൻ ചെയ്യുക, അത് മമ്മൂക്കയുടെ ഹാർഡ് വർക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അത്ര കിടിലമായിട്ടാണ് ആ ഒരു ആക്ഷൻ സീൻസ്. ഒരു സെക്കൻഡ് ഹാഫ് പകുതി ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ്സ് പക്ക ആക്ഷൻ മോഡിലോട്ട്, ഒരു പ്യുവർ ത്രില്ലർ മോഡിലോട്ട് ഹൈ ആയിട്ട് എലിവേറ്റ് ചെയ്യുന്ന രീതിയിലൊരു പടമാണ് ഈ ടർബോ എന്ന് പറയുന്നത്. അവിടെ മുതൽ മമ്മൂക്കയുടെ ആക്ഷൻ സീൻസ് ആയാലും എല്ലാം ഭയങ്കര കിടിലം ആക്ഷൻ സീൻസാണ്. ആ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ആയാലും, അത് കഴിഞ്ഞിട്ടൊരു കാർ ചേസ് സീനുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് കാർ ചേസ് സീൻ. അതൊക്കെ കിടിലമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫൈനൽ ലാസ്റ്റ് ഫൈറ്റ് തന്നെ എല്ലാം കിടിലം ഫൈറ്റാണ്. അത് സ്ഥിരം എനിക്ക് തോന്നുന്നു പുലിമുരുകനിലൊക്കെ വൈശാഖ് ചെയ്തതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ഷൻ, സാമുറായി ആക്ഷൻസും ഇതെല്ലാം ഒരു മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പടത്തിൽ. അത്യാവശ്യം നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആക്ച്വലി ചിലർക്ക് പടം വർക്കൗട്ട് ആവണമെന്നില്ല, ചിലർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കാരണം ആക്ഷൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി പ്ലസ് ആക്ഷൻ, ജസ്റ്റ് ഒന്നും ആലോചിക്കാതെ ഒരു സിനിമയെ കീറി മുറിക്കാതെ പോയി പടം കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഇത് ടർബോ എന്ന് പറയുന്നത്. പിന്നെ കുത്തിയിരുന്ന് നമ്മൾ എന്താ പറയുക, തെറ്റെവിടാണ്, അതെവിടാണ്, ഈ എഡിറ്റ് ശരിയായോ അത് ശരിയായോ എന്ന് നോക്കുന്നവർക്ക് പറ്റാത്ത പടമാണ്. അവർ ആ പടത്തിന് കയറാതിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ ഒരു നല്ലൊരു രീതിയിൽ ഫാമിലി ഓഡിയൻസ് എല്ലാം പടത്തിന് കയറാൻ നല്ല ചാൻസ് ഉണ്ട്. മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥ ഓക്കെ എന്നേ പറയാൻ കഴിയുള്ളൂ. അത്ര കിടിലമായിട്ട് പറയാൻ കഴിയില്ല. കാരണം വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു തിരക്കഥാകൃത്താണ് ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കഥ അത്ര കിടിലമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഒപ്പീനിയൻ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു മാസ് എൻ്റർടൈനറിന് വേണ്ടുന്ന ഒരു തിരക്കഥ ആ പടത്തിനുണ്ട്. അത് മാത്രം വെച്ചിട്ട് ഫോളോ ചെയ്ത് പോകുന്ന, ഞാൻ പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് പടമാണ്. ആ ഒരു ടെംപ്ലേറ്റ് ലെവലിൽ തന്നെ പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ രാജ്ബി ഷെട്ടി, മെയിൻ വില്ലനായിട്ട് രാജ്ബി ഷെട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര ഒരു പവർഫുൾ വില്ലനായിട്ട് കാണിക്കാൻ രാജ്ബി ഷെട്ടിക്ക് കഴിഞ്ഞോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് ഇതിനൊരു ടെയിൽ എൻഡിൽ വേറൊരു ക്യാരക്ടറിൻ്റെ ഒരു വോയിസ് കാണിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ തുടക്കം പോലാണ് ആക്ച്വലി ആ പടം എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ, പറഞ്ഞ ക്യാരക്ടർ ചിലപ്പോൾ ഈ പടത്തിൽ പ്രോപ്പർ വില്ലനായിട്ട് വന്നിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയേനെ എന്ന് എനിക്കൊരു ഫീലുണ്ട്. ബട്ട് യു വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നായിക പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. അഞ്ജന ജയപ്രകാശ് എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശബരീഷ് വർമ്മ ആയാലും എനിക്കൊന്ന് അടിപൊളിയായിട്ട് ചെയ്തത്. കുറേ ഡയലോഗ്സ് ഉണ്ട് ബിന്ദു പണിക്കർ ആക്ച്വലി ഒരു ലെവൽ മാറി. റോഷാക്കിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതേ ഒരു ടൈപ്പ് വരുവാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, കുറച്ച് കോമഡി ക്യാരക്ടറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് അത്ര ഒരു മ്യൂസിക് എഫക്റ്റ് ആ തിയേറ്ററിൽ ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്തിരുന്നു.
ബട്ട് ഓവറോൾ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ചിലപ്പം ഒരു 5-6 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ഹിറ്റായാണ്. ആൾക്കാർ ഒരാൾ പോലും നെഗറ്റീവ് അഭിപ്രായം പറയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാർ ആസ്വാദന നിലവാരം മാറി, പലരും സിനിമ കാണുന്ന രീതി മാറി, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, സിനിമയിൽ നിന്ന് അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി എല്ലാം മാറി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലർക്കും നെഗറ്റീവ് റിവ്യൂസ് പറയുന്നത്. ബട്ട് റീസണബിളി ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച്. എനിക്ക് അത്ര മോശം പടമായിട്ടൊന്നും എനിക്കിത് ഫീൽ ചെയ്തില്ല. ഒരു തവണ പോയിരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട്, പക്ഷേ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ്. OTT വന്നു കഴിഞ്ഞാൽ ഇതിനെ കീറി മുറിക്കുന്ന കാര്യം 100% ഉറപ്പാണ്. ബട്ട് തിയേറ്ററിൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഓഡിയൻസിന്, ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് ഓഡിയൻസ്, അതൊരു ഫാൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു പടമാണ് ടർബോ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണ്. സത്യം പറഞ്ഞാൽ മമ്മൂക്ക 73 വയസ്സുള്ള ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ആ സിനിമ കാണാം, ഉറപ്പായിട്ടും കാണാം. കാരണം അത്ര കിടിലമായിട്ടാണ് ആ ആക്ഷൻ സീൻസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 73 വയസ്സായെന്ന് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ സീൻസ് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. അത്ര കിടിലമായിട്ട് ആ ആക്ഷൻ സീൻസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കിടിലമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബോറടിച്ച് കാണും. സ്ഥിരം എന്താ പറയുക, ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ബോറടിച്ച് കാണും. അദ്ദേഹത്തിനും ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ. അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം തീരുമാനിക്കാം. നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. ഉടനെ തന്നെ അടുത്ത തലവൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോണ്ടൻസുമായിട്ട്, ഒരുപാട് കോണ്ടൻസുമായിട്ട് ഉടനെ തന്നെ പല വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.